അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ നാളുകളിലാണ് നമ്മളുള്ളത്. സക്കാത്തിൻ്റെ കാര്യം ഒന്നുകൂടി പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. റമദാൻ സക്കാത്തിൻ്റെ കൃത്യമായ അവധിയാണ് എന്ന വിചാരത്തോടു കൂടിയല്ല ഇത് പറയുന്നത്. പക്ഷേ സ്വാഭാവികമായും റമദാനിലാണ് കൂടുതൽ മനസ്സലിയുക, ദാനധർമ്മങ്ങൾ കൊടുക്കാനുള്ള മാനസികമായ ഒരുക്കമുണ്ടാകുക. നമ്മളിൽ മിക്ക ആളുകളും റമദാനിലാണ് സക്കാത്തിൻ്റെ കാലാവധിയായി കണക്കാക്കാറുള്ളത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ 5 കാര്യങ്ങളിൽ ഒന്നാണ് സക്കാത്ത്. സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ ഇസ്ലാം പൂർണ്ണമാകുകയില്ല. അതുകൊണ്ടാണല്ലോ സക്കാത്ത് കൊടുക്കാത്ത ജനങ്ങളോട് ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം പ്രഖ്യാപിച്ചത്. അതിന് അദ്ദേഹത്തിനുള്ള മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പിടിച്ചു വാങ്ങും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. പിടിച്ചു വാങ്ങുമ്പോൾ കൂടുതൽ ഫൈനായിട്ട് വാങ്ങും എന്നുകൂടി നബി പറഞ്ഞു. സഹോദരങ്ങളെ, അതുകൊണ്ട് സക്കാത്ത് കൊടുക്കാതെ മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് കഴിയില്ല. ഇസ്ലാമിൽ ആദ്യമായി നഷ്ടപ്പെട്ടത് സക്കാത്താണ്. കാരണം അത് സാമ്പത്തിക പ്രശ്നമാണ്. മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് സമ്പത്തുമായി ബന്ധമില്ലെങ്കിൽ പോലും സക്കാത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. നാം അധ്വാനിച്ചുണ്ടാക്കിയത് പാവങ്ങൾക്ക് കൊടുക്കലാണല്ലോ. എന്തൊക്കെയായിരുന്നാലും നാം സക്കാത്ത് കൊടുക്കണം. നാം നാളേക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ഒരുക്കി വെക്കുന്നുണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്തിട്ട് ബാക്കി മതി നാളേക്ക് വേണ്ടി ഒരുക്കി വെക്കാൻ. അതല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് നാളേക്ക് നമ്മുടെ നാശമായി മാറും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് വിശ്വാസികളെ, ഏത് കാലാവധി, കച്ചവടം തുടങ്ങിയത് ഏത് മാസമാണോ ആ ഹിജ്റ മാസത്തിലാണ് അതിൻ്റെ ഒരു കൊല്ലം തികയുക. റമദാനിലാണ് നിങ്ങൾ സക്കാത്തിൻ്റെ കാലാവധി കണക്ക് കൂട്ടുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്തിൻ്റെ 2.5% നിർബന്ധമായും പാവങ്ങൾക്ക് കൊടുത്തു തീർക്കണം എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഉണർത്തുകയാണ്. ഒരിക്കലും അതിൽ നമ്മൾ വീഴ്ച വരുത്തിക്കൊണ്ട് മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ കഴിയുമെന്ന് ആഗ്രഹിക്കരുത്. സക്കാത്ത് കൊടുക്കാത്ത ഹറാമായ സമ്പത്ത് തിന്നുകയോ നമ്മുടെ മക്കളെ തീറ്റിക്കുകയോ ചെയ്യരുത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തുന്നു. അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ.